ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. LGS രണ്ടാം ഘട്ട പരീക്ഷയുടെ കട്ട് ഓഫും ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടർ, തൊഴിൽ വാർത്തകൾ, ഈ ആഴ്ചയിലെ പ്രധാന തൊഴിൽ വാർത്തകൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ 24 PSC പരീക്ഷകളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. അനലിസ്റ്റ് ഗ്രേഡ് 3 ഡെസ്ക് കൺട്രോൾ 6121 അപേക്ഷകരാണ്. എക്സാം ഡേറ്റ് 4-ാം തീയതി ഫെബ്രുവരി 4-ന്. ലെക്ചർ ഇൻ ആർക്കിടെക്ചറിൽ 1153 അപേക്ഷകരാണുള്ളത്. 6-ാം തീയതി എക്സാം. ഓഫീസ് അറ്റൻഡൻറ്റ്, സെക്രട്ടേറിയറ്റ്, PSC സ്റ്റോർ കീപ്പർ 8-ാം തീയതി എക്സാം ഉണ്ട്. 1,90,392 അപേക്ഷകരുണ്ട്. ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 11-ാം തീയതി 2570 അപേക്ഷകർ. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആലപ്പുഴയിൽ 4517, വയനാട് 2429, കാസർഗോഡ് 1288. 12-ാം തീയതിയാണ് എക്സാം. ICDS സൂപ്പർവൈസർ 1794 അപേക്ഷകരുണ്ട്. 13-ാം തീയതിയാണ് എക്സാം. ഫെബ്രുവരി 13-ന് ട്രേഡ്സ്മാൻ വെൽഡിംഗ് സാങ്കേതിക വിദ്യാഭ്യാസം 17-ാം തീയതി എക്സാം. 9,076 അപേക്ഷകർ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 38,270 പേരാണ് അപേക്ഷകർ. 18-ാം തീയതിയാണ് എക്സാം. ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ സർവകലാശാലകൾ 19-ാം തീയതിയാണ് എക്സാം. 7,074 അപേക്ഷകർ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സർവകലാശാലകൾ 9,461 അപേക്ഷകരാണ്. 20-ാം തീയതിയാണ് എക്സാം ഉള്ളത്. അക്കൗണ്ടൻറ്റ് കേര ഫെഡിൽ 22-ാം തീയതിയാണ് എക്സാം. ഫെബ്രുവരി 22-ന്. നേരിട്ടുള്ള അപേക്ഷകർ 67,013. തസ്തിക മാറ്റം വഴി 6 പേരുമാണുള്ളത്. ICDS സൂപ്പർവൈസർ വനിതാ ശിശു വികസനത്തിൽ 5,645 അപേക്ഷകരാണുള്ളത്. 24-ാം തീയതിയാണ് എക്സാം ഉള്ളത്. ട്രേഡ്സ്മാൻ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് സാങ്കേതിക വിദ്യാഭ്യാസം 25-ാം തീയതി എക്സാം. 3,555 അപേക്ഷകർ. ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് സാങ്കേതിക വിദ്യാഭ്യാസം 5,722 പേരാണ്. 27-ാം തീയതിയാണ് എക്സാം. ട്രേഡ്സ്മാൻ ടർണിംഗ് സാങ്കേതിക വിദ്യാഭ്യാസം 28-ാം തീയതി എക്സാം. 3,259 പേർ. അപ്പം നമുക്ക് ഇനി അടുത്തത് LGSൻ്റെ കട്ട് ഓഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ഇത് തൊഴിൽ വീതിയിലെ കട്ട് ഓഫാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ വിവിധ വകുപ്പുകളിലേക്ക് നവംബർ 23-ന് നടത്തിയ PSC നടത്തിയ രണ്ടാം ഘട്ട ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ കാര്യമായി പരീക്ഷിച്ചില്ല എന്നാണ് തൊഴിൽ വീതിയിൽ കൊടുത്തിരിക്കുന്നത്. കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ കുറവായിരുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. മുൻപ് നടന്ന പല പരീക്ഷകളിലും ചോദിച്ച ചോദ്യങ്ങൾ അതേപടി ആവർത്തിച്ചത് മാതൃകാ പരീക്ഷകൾ എഴുതി പരിശീലിച്ചവർക്ക് ഗുണകരമായി. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞതും പരീക്ഷ ലളിതമാക്കി. സയൻസ്, കറണ്ട് അഫയേഴ്സ് മേഖലയിലെ ഏതാനും ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയിൽ അല്പം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ. ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും എളുപ്പം ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ശരാശരിക്കാർക്ക് പോലും 15 മുതൽ 17 മാർക്ക് ലഭിക്കാവുന്ന തരത്തിലായിരുന്നു ഗണിതത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും. എന്നാൽ ഏതാനും ചോദ്യങ്ങൾ തെറ്റ് വന്നതും ശരിയായ ഉത്തരം ഓപ്ഷൻ ഇല്ലാതെ പോയതും പരീക്ഷയിൽ കല്ലുകടിയായി. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് 58 മുതൽ 67 വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് നോക്കാം. ഇവരുടെ കട്ട് ഓഫ് എത്രയാണ്? 58 to 67. നിലവാരമുള്ള ചോദ്യങ്ങൾ, ഇത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളതാണ്. നിലവാരമുള്ള ചോദ്യങ്ങൾ, മികച്ച ചോദ്യശൈലി നമുക്ക് നോക്കാം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് നവംബർ 23-ന് PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ പലതും LD ക്ലർക്ക് നിലവാരത്തിലേക്ക് ഉയർന്നതായിരുന്നു. ഇതുവരെ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾ മികച്ച ചോദ്യങ്ങളും ചോദ്യശൈലിയും ഈ പരീക്ഷയുടേതാണ്. പൊതുവിജ്ഞാന ഭാഗത്ത് 2 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയിട്ടുമില്ല. 2ഓളം ചോദ്യങ്ങൾക്ക് റദ്ദാക്കേണ്ട 2ഓളം ചോദ്യങ്ങൾക്ക് വളരെയധികം വ്യക്തത കുറവുമുണ്ട്. ചോദ്യപേപ്പറിൻ്റെ നിലവാരവും 5 വരെ ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയും പരിഗണിക്കുമ്പോൾ വിവിധ ജില്ലകളിൽ 68 മുതൽ 75 വരെ റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതിപോലെ തന്നെ തൊഴിൽ വാർത്ത ഭയങ്കര കട്ട് ഓഫ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. തൊഴിൽ വീതിയാണ് പൊതുവെ സമാധാനപരമായിട്ടുള്ളൊരു കട്ട് ഓഫ് തന്നിരിക്കുന്നത്. 2 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തര സൂചികയില്ല. പൊതുവിജ്ഞാന ഭാഗത്ത് 2 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം സൂചികയിൽ നൽകിയിട്ടില്ല. ചോദ്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സൂചികയിലില്ല.
ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കർമ്മ പദ്ധതിക്ക് 2011 സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത്. 2012 അമൃതം ആരോഗ്യം എന്ന പേരിൽ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഉത്തരസൂചികൾ അമൃതം എന്നേ നൽകിയിട്ടുള്ളൂ. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണെന്ന ചോദ്യത്തിന് ശരി ഉത്തരം നൽകാത്തതിനാൽ ഗൗരവമുള്ള സൂക്ഷ്മതക്കുറവാണ്. മലയാളികൾക്കെല്ലാം പരിചിതമായ വിവരത്തിൻ്റെ ശരിയുത്തരമായി 244 കിലോമീറ്റർ ഉത്തരസൂചികയിലില്ല. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ഏത് വിളയാണെന്ന ചോദ്യത്തിൽ ആശയക്കുഴപ്പവുമുണ്ട്. കേരളത്തിന് കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്നത് കുരുമുളകാണ്. എന്നാൽ കാളികേര കൃഷി സംസ്ഥാനത്തിനകത്തെ പ്രധാന വരുമാന മാർഗമാണ്. ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ ഏതെന്ന ചോദ്യത്തിൽ ഉത്തരസൂചികളെല്ലാം ശരിയാണ്. കറണ്ട് അഫയേഴ്സ് 20-ലേറെ ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നത്. എന്നാൽ 2 വർഷത്തിലേറെ പഴക്കമുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നത് നിറം കെടുത്തി. 2023 തുടക്കത്തിൽ നടന്ന 5 സംഭവങ്ങളാണ് ചോദ്യങ്ങളായി വന്നത്. ഇനി പരീക്ഷ എഴുതുന്നവർ കറണ്ട് അഫയേഴ്സിൽ 2 മുതൽ 3 വർഷം വരെ പിന്നോട്ട് പോയി തയ്യാറെടുക്കേണ്ടി വരും. കലാസാഹിത്യം തഴയപ്പെട്ടു. കലാസാഹിത്യം, കായികം എന്നീ വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നില്ല. ഇന്ത്യ ചരിത്രത്തിൽ പ്രാചീന കാലത്തെ കൃതികളും രചയിതാക്കളും ചേരുംപടി ചേർക്കാനും പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നുള്ള മൂഷക വംശത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടായി. വേറിട്ട ചോദ്യങ്ങൾ ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1999 കാർഗിൽ യുദ്ധത്തിൽ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത്? ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇത്തരമായിരുന്നു വേറിട്ട ചോദ്യങ്ങൾ. ഇവരുടെ കട്ട് ഓഫ് 68 to 75. നമ്മുടെ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് അവരാണ് പൊതുവെ സമാധാനപരമായി നമ്മൾ മനസ്സിലാക്കി കട്ട് ഓഫ് തരുന്നത് 58 to 67. 58 to 67 തൊഴിൽ വീതി. 68 to 75 തൊഴിൽ വാർത്ത. ഓക്കെ, ഇനിയുള്ള വേക്കൻസികളൊക്കെ ഇനിയും അപേക്ഷിക്കാനുള്ള ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 253 സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് PDF വേണമെന്നുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും PDF ടെലഗ്രാമിൽ എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും വന്നിട്ടുള്ളത്. പിന്നീട് തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, കേരള നോളജ് എക്കോണമി മിഷനിൽ 14,049 അവസരങ്ങളുണ്ട്. ഇത് ജർമ്മനി, ജപ്പാൻ അങ്ങനെയുള്ള പുറം രാജ്യങ്ങളിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ടെലഗ്രാമിൽ കൊടുത്തേക്കാവേ. ബോർഡർ റോഡ്സിൽ 466 ഒഴിവുണ്ട്. 417 മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലാണ് ഒഴിവുള്ളത്. ഇതിൻ്റെയും ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സാമിന് 3 ചോദ്യം റദ്ദാക്കിയ ചോദ്യങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ച് ശരിയായതേത്? 1981 ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. ഒഴിവാക്കിയ ചോദ്യമാണ്. 1970 അവസാനത്തിൽ ശരാശരി വരുമാനം അനുസരിച്ച് ഇന്ത്യയിലെ 30ഓളം സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെയുള്ള 3ാമത്തെ സംസ്ഥാനമായിരുന്നു കേരളം. 1922 സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 50 to 60% കൂടുതലായിരുന്നു. ഈ ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമപ്രകാരം കേരള വനിതാ കമ്മീഷനിലെ അപ്പലേറ്റ് അതോറിറ്റി ആരാണ്? അതൊന്നും ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. യൂണിവേഴ്സൽ ഗ്യാസ് സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് ഏത്? ഇത് 3 നമ്മുടെ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സാമിൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. തിയറ്റി ഉത്തരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്. രജിസ്ട്രാറെ സഹായിക്കാൻ 3 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. എന്നിവയിൽ ഏതാണ് ശരിയായത് എന്നതാണ് ചോദ്യത്തിന്. ആദ്യം 3 പ്രസ്താവനകൾ മാത്രം എന്നതാണ് ശരി. പ്രാഥമിക സൂചികയിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് തന്നിരുന്നത്. വായന, ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷങ്ങളായി സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപമായി വരുന്നത് വായന ദിനം എന്ന് അന്തിമ ഉത്തരസൂചികയിൽ തിരുത്തി. വായന ദിനം ഓപ്ഷൻസ്. നേരത്തെ തന്നിരിക്കുന്നത് വായന ദിനം ഇതായിരുന്നു തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ 4 ചോദ്യം റദ്ദാക്കി 4 ഉത്തരം തിരുത്തി. റദ്ദാക്കിയ ചോദ്യങ്ങൾ: വിച്ച് ഈസ് നോട്ട് എ കോമൺ മെത്തേഡ് ഫോർ മെഷറിംഗ് ടൂറിസം ക്യാരിയിങ് കപ്പാസിറ്റി? വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റീസ് ഡസ് നോട്ട് എക്സ്പീരിയൻസ് ഡേ ലൈറ്റ് സേവിംഗ് ടൈം? 1 horned rhinoceros are protected
In which of the following two national parks, which of the following statements are true or false with Dravidian practices of ancient Kerala? ഇത് മൂന്നും ഇത് നാലെണ്ണം ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിശദ വിവരങ്ങൾക്ക് തൊഴിൽ വാർത്തയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വിശദ വിവരങ്ങൾ അറിയാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. സോറി. തദ്ദേശ വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ 16,697 അപേക്ഷകൾ റദ്ദാക്കി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.